ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശ്വാസ വഴിയിൽ അത്യപൂർവമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളി സമൂഹം. ഓസ്ട്രേലിയയിലെ ഡാർവിൻ സെയിന്റ് അൽഫോൺസ സീറോ മലബാർ ഇടവകയാണ് വചനത്തോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ കൈപ്പടയിൽ പകർത്തിയെഴുതി ആത്മീയ ലോകത്ത് പുതിയൊരു മാതൃക സമ്മാനിച്ചിരിക്കുന്നത്. അത് വെറുമൊരു പകർത്തിയെഴുത്തല്ല, മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 2 സമ്പൂർണ്ണ ബൈബിളുകളാണ് ഈ ഇടവകക്കാർ സ്വന്തം കൈകളാൽ എഴുതി തീർത്തത്. എല്ലാം തുടങ്ങിയത് 2025 സെപ്റ്റംബർ മാസത്തിലാണ്. ആ വർഷത്തെ ബൈബിൾ മാസാചരണത്തിന്റെ ഭാഗമായി ഇടവകയിൽ എന്ത് വേറിട്ട പ്രവർത്തനം ചെയ്യാം എന്നൊരാലോചനയാണ് ഇത്തരമൊരു മഹത്തായ ആശയത്തിലേക്ക് വഴി തുറന്നത്. അങ്ങനെ വചനത്തെ വെറുതെ വായിച്ചു പോകാതെ അതോരോ അക്ഷരങ്ങളായി ഹൃദയത്തിൽ കോറിയിടാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് മലയാളത്തിലുള്ള ബൈബിൾ പകർത്തിയെഴുത്തിന് തുടക്കമിട്ടത്. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ആവേശത്തോടെ ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ വെറും 4 മാസം കൊണ്ട്, അതായത് റെക്കോർഡ് വേഗതയിലാണ് സമ്പൂർണ്ണ മലയാളം ബൈബിളിന്റെ പകർത്തിയെഴുത്ത് പൂർത്തിയാക്കിയത്. ഈ ആത്മീയ യാത്ര അവിടെ കൊണ്ടും തീർന്നില്ല. വലിയവരുടെ ഈ സമർപ്പണം കണ്ട ഇടവകയിലെ കുട്ടികൾക്കും വചനമെഴുതാൻ ആഗ്രഹമുണ്ടായി. തുടർന്ന് മതബോധന ഡിപ്പാർട്ട്മെന്റിന്റെ സജീവമായ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഇംഗ്ലീഷിലുള്ള ബൈബിൾ പകർത്തിയെഴുത്തും ആരംഭിക്കുകയായിരുന്നു. പുതിയ തലമുറയ്ക്ക് ദൈവവചനവുമായി കൂടുതൽ ആഴപ്പെടാൻ ഈ ദൗത്യം ഒരു വലിയ കാരണമായി മാറി. വിശ്വാസവും കൂട്ടായ്മയും ഒന്നിച്ചാൽ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രവാസി ഇടവക. The ignorance of Bible is the ignorance of Christ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിൾ മാസം ആചരിക്കുന്നത്. എല്ലാ ഇടവകകളിലും സെപ്റ്റംബർ മാസം അങ്ങനെ ബൈബിൾ മാസമായി ഞാൻ ആചരിച്ചു വരുന്നു. അങ്ങനെയാണ് 2025 സെപ്റ്റംബർ മാസം ഡാർവിൻ സെന്റ് അൽഫോൺസ പള്ളിയിലും ബൈബിൾ മാസമായി ആചരിച്ചത്. അവിടെ ബൈബിൾ ക്ലാസുകൾ ഉണ്ടായിരുന്നു, ബൈബിൾ വായനകൾ ഉണ്ടായിരുന്നു, ബൈബിൾ പഠനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളുമായി ചെയ്തു. കുടുംബ യൂണിറ്റുകളിലും ഇത് തന്നെ ചെയ്യാനിട വന്നു. അപ്പോഴാണ് ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു ആശയം വന്നത്. അങ്ങനെയാണ് ഇടവകയിലെ എല്ലാവർക്കും നമ്മൾ പേപ്പറുകൾ ഏൽപ്പിക്കുകയും അങ്ങനെ മലയാളത്തിൽ ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി അത് പൂർത്തിയായപ്പോൾ മതബോധന വിഭാഗത്തിലെ കുട്ടികൾക്കായി ഇംഗ്ലീഷിലും ബൈബിൾ പകർത്തി എഴുതി. അങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി പകർത്തി എഴുതിയ ബൈബിൾ ഇടവകയിൽ സമർപ്പിക്കുകയായിരുന്നു. ഒത്തിരിയേറെ പേർക്ക് ഒരു വലിയ അനുഭവമായിരുന്നു അത്. അവർ പറയുന്നത് അവർ സ്വന്തമായി തന്നെ അതിനുശേഷം ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് സ്വന്തമായി ബൈബിൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ, യേശുവിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ, അനുഭവിക്കാൻ ഇത് സാധ്യമാകുന്നുണ്ട്. പ്രവാസി ലോകത്തിന്റെ തിരക്കുകൾക്കിടയിലും വചനത്തെ നെഞ്ചോട് ചേർക്കാൻ സമയം കണ്ടെത്തിയ ഡാർവിൻ സെയിന്റ് അൽഫോൺസ ഇടവകയിലെ ഓരോ വിശ്വാസിയും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വലിയൊരു പ്രചോദനമാണ്. ദൈവവചനം ഇനി അവരുടെ കൈപ്പടയിലൂടെ വരും തലമുറകളിലേക്ക് വെളിച്ചമായി പടരും.